ശ്രീ വി കെ പ്രശാന്ത്. സർ, നമ്മൾ ഏറ്റവും കൂടുതൽ തനത് വരുമാനം ഉണ്ടാക്കിയ സംസ്ഥാനങ്ങളിലൊന്നായിട്ട് കേരളം മാറിയിട്ടുണ്ട്. സർ, ആ നടപടികൾ ഊർജിതപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമോ? GST വരുമാനം അതിൻ്റെ ചോർച്ച ഒഴിവാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാം നടപടികളാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്? സർ, GSTയുടെ കാര്യത്തിൽ ചോർച്ച ഒഴിവാക്കാനുള്ള ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. GST ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പുനഃസംഘടിപ്പിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ 3 മേഖലകളായിട്ട് പുനഃക്രമീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. സർ, അതിനകത്ത് ഈ ചോർച്ച ഒഴിവാക്കുന്നതിന് ടാക്സ് പെയർ സർവീസാണ് നമ്മുടെ പൊതുവിൽ ഇവരുടെ കാര്യങ്ങളാകെ നോക്കുക. ഇത് കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ടാക്സ് പെയർ സർവീസിൻ്റെ പ്രവർത്തനമുണ്ട്. പിന്നീട് ഇൻ്റലിജൻസിൻ്റെ പ്രവർത്തനമുണ്ട്, ഓഡിറ്റിൻ്റെ പ്രവർത്തനമുണ്ട്. സർ, ഇൻ്റലിജൻസ് വകുപ്പ് കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയിട്ടുള്ള കുറേയേറെ പ്രവർത്തനങ്ങളുണ്ട്. സർ, 2023-24 22-23 15,728 കേസുകളെടുത്തു. 23-24 4,902 കേസുകളെടുത്തു. 24-25 1,78,493 വാഹന പരിശോധനകൾ നടത്തുകയും 655 കേസുകൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. സർ, 23-24 960 പരിശോധനകളിൽ നിന്നും 1,775.28 കോടി രൂപയുടെ GST നികുതി വെട്ടിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. സാമ്പത്തിക വർഷത്തിൽ വിവിധ പരിശോധനകളുടെ ഭാഗമായി ഏകദേശം 1,709 കോടി രൂപ പിരിച്ചെടുത്തിട്ടുണ്ട്. സാർ, ഇത് നമ്മുടെ പരിശോധനകളുടെ ഭാഗമായിട്ടാണ്. വിവിധ മേഖലകളിൽ കർശനമായ പരിശോധനകൾ നടത്തുന്നുണ്ട്. ഈ അടുത്തിടയ്ക്ക് ഓപ്പറേഷൻ പാം ട്രീ എന്ന് പറയുന്ന ഒരു പരിശോധന. സാർ, നികുതി വെട്ടിപ്പിന് ധാരാളം സ്കോപ്പും കൂടി ഉണ്ടാക്കുന്നതാണ് ഈ GST നിയമം. വ്യാജ രജിസ്ട്രേഷൻ അത് കണ്ടുപിടിക്കാനുള്ള സാങ്കേതികമായ ബുദ്ധിമുട്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റുമായി പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംസ്ഥാനം കേരളമാണ്. അതിൻ്റെ ഭാഗമായിട്ട് കുറേ മേഖലകളിൽ മാറ്റം വരുന്നുണ്ട്. സാർ, ഇത്തരം സംസ്ഥാനത്തെ പരിശോധനകളൊന്നും മാത്രമല്ല, ഓഡിറ്റ് വിഭാഗമുണ്ട്. ഇപ്പോൾ ഓഡിറ്റ് വിഭാഗത്തിൻ്റെ ഭാഗമായിട്ട് കുറേയേറെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. കഴിഞ്ഞ വർഷവും ഈ വർഷമായിട്ട് ഓഡിറ്റിൻ്റെ കാര്യത്തിൽ നല്ലതുപോലെ പുരോഗതി വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ഉള്ള എണ്ണമെല്ലാം ഉണ്ട്, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നില്ല. സാർ, ഇതുപോലെ IGSTയുടെ ഭാഗത്ത് നമുക്ക് കിട്ടാനുള്ള പണത്തെ സംബന്ധിച്ച് നിരന്തരമായി കേരളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ മേഖലയിലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഓരോന്നും കൊണ്ടുവന്നിട്ട് ഓൺലൈൻ ട്രേഡിങ്ങും അല്ലെങ്കിൽ ആമസോൺ പോലെയൊക്കെയുള്ള സ്ഥാപനങ്ങൾ വഴി വരുന്ന കച്ചവടം ഉൾപ്പെടെ പലപ്പോഴും നമുക്ക് കൃത്യമായി കിട്ടാത്ത പല പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. അതിനകത്ത് അത് വെച്ചിട്ട് തന്നെ ഓൺലൈൻ ട്രേഡിങ്ങിൻ്റെ കാര്യത്തിൽ ആമസോണ്, ആപ്പിള്, പലതിപ്പം OTT പോലെയുള്ളത് ഉൾപ്പെടെ എല്ലാം ആളുകൾ മേടിക്കുമ്പോൾ തന്നെ ടാക്സ് പോകും. പക്ഷേ സംസ്ഥാനത്തിൻ്റെ ഖജനാവിലേക്ക് വരുന്നില്ല. ഇതൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഗവൺമെൻറ് തന്നെ കേരളം തന്നെ ആവശ്യപ്പെട്ടതനുസരിച്ച് കുറച്ച് പരിശോധന നടക്കുന്നുണ്ട്. ഇക്കാര്യത്തിലൊക്കെ കുറച്ച് നല്ലപോലെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടെന്നുള്ളതാണ് സാർ പറയാം.